നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ചേർത്തല തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ മരുന്ന് സൂക്ഷിച്ചെടുത്തുണ്ടായ തീപിടുത്തത്തിൽ 1.5 കോടി രൂപയ്ക്ക് മേൽ വിലയുള്ള മരുന്നുകൾ കത്തിനശിച്ചു. രോഗികളെയും മറ്റും മിനിറ്റുകൾക്കകം പുറത്തെത്തിച്ചതിനാൽ അത്യാഹിതം ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ചൊവ്വാഴ്ച രാവിലെ 10:05 തീ പടരുന്നത് ഫാർമസിസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആശുപത്രിയുടെ 3-ാം നിലയിൽ ടിൻ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ഷെഡിലാണ് മരുന്ന് സൂക്ഷിച്ചിരുന്നത്. ഷെഡും മരുന്നും ഏതാണ്ട് പൂർണ്ണമായും കത്തിനശിച്ചു. തീ പടർന്നതോടെ പരിഭ്രാന്തരായ രോഗികളും കൂട്ടിരിപ്പുകാരും തലങ്ങും വിലങ്ങും പാഞ്ഞു. ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക മറ്റു നിലകളിൽ പ്രശ്നമായി. 2-ാം നിലയിലെ ഡയാലിസിസ് യൂണിറ്റിൽ 11 രോഗികളാണ് ഉണ്ടായിരുന്നത്. 1-ാം നിലയിലെ ഗൈനക് വാർഡിൽ ഗർഭിണികളടക്കം 9 പേരും. അതിലൊരാളെ പ്രസവത്തിന് കയറ്റിയിരുന്നു. മറ്റു വാർഡുകളിൽ 23 രോഗികളും ഉണ്ടായിരുന്നു. ഉടൻ ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്കും സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. പ്രസവമുറിയിൽ നിന്ന് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ യുവതി മിനിറ്റുകൾക്കകം പെൺകുഞ്ഞിന് ജന്മം നൽകി. താഴത്തെ നിലയിലെ OPയിൽ 115 രോഗികളും സഹായികളുമടക്കം 200ഓളം പേരും 9 ഡോക്ടർമാരടക്കം 31 ജീവനക്കാരും ഉണ്ടായിരുന്നു. അസുഖത്തെ തുടർന്ന് ബന്ധുക്കൾ കൊണ്ടുവന്ന ഒരു രോഗി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മൃതദേഹം അരൂക്കുറ്റി ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. ചേർത്തല, അരൂർ, മട്ടാഞ്ചേരി, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാസേനയുടെ 7 യൂണിറ്റ് എത്തിയാണ് 12:30 തീ പൂർണ്ണമായും അണച്ചത്. ജീവനക്കാർക്കൊപ്പം ഓട്ടോ ഡ്രൈവർമാരടക്കമുള്ള നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധിച്ച് അനുമതി നൽകിയാൽ ബുധനാഴ്ച തന്നെ ചികിത്സ പുനരാരംഭിക്കുമെന്ന് മെഡിക്കൽ ഓഫീസറുടെ ചുമതലയുള്ള ഡോക്ടർ R. റൂബി പറഞ്ഞു. കെട്ടിടത്തിന്റെ 3-ാം നിലയിലെ മട്ടുപ്പാവിൽ മാത്രമാണ് തീ പടർന്നതെന്നതിനാൽ കെട്ടിടത്തിന് പ്രശ്നങ്ങളില്ലെന്നാണ് അഗ്നിരക്ഷാസേനയുടെ പ്രാഥമിക വിലയിരുത്തൽ. വിശദമായ അന്വേഷണം നടത്തുമെന്ന് സ്ഥലത്തെത്തിയ മന്ത്രി P. പ്രസാദും ദലീമ ജോജോ MLAയും പറഞ്ഞു. അവശ്യ മരുന്നടക്കം വേഗത്തിൽ ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തീപിടുത്തത്തിൽ അന്വേഷണം വേണമെന്ന മന്ത്രി P. പ്രസാദും തുറവൂർ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിച്ചു. മറ്റിടങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം പോലെയല്ല ആശുപത്രികളിലെ തീപിടുത്തം. അത് കൂടുതൽ ഗൗരവമേറിയ കാര്യമാണ്. തുറവൂർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മരുന്നുകൾ കത്തിനശിച്ചത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കും. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്ന് ചീഫ് സെക്രട്ടറിയോടും ആരോഗ്യമന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി P. പ്രസാദും ദലീമ ജോജോ MLAയും പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ഫോണിൽ സംസാരിച്ചുവെന്നും മന്ത്രിയും MLAയും പറഞ്ഞു. തീപിടുത്തവുമായി ബന്ധപ്പെട്ട 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ മന്ത്രി ആവശ്യപ്പെട്ടതായും MLA അറിയിച്ചു.